ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്നൊരു അടിപൊളി കൂട്ടുകറീൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കൂട്ടുകറിയാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അത് ഞാനിവിടെ ആദ്യം തന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഒരു 5-6 ടേബിൾ സ്പൂണ് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് 1.5 ടീസ്പൂണ് കടുക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കടുക് നല്ലപോലെ പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് ഉഴുന്നിട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂണ് ഉഴുന്നാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഉഴുന്ന് ഓപ്ഷണലാണ്, കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണ് ജീരകം കൂടി ഇട്ട് കൊടുക്കാം. ചെറിയ ജീരകമാണ് കേട്ടോ. ഇനി ഈ ഉഴുന്നൊരു ബ്രൗൺ കളറാകുന്നത് വരെ ഇളക്കി കൊടുക്കാം. ബ്രൗൺ കളർ ആയതിനു ശേഷം ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു 2-3 തണ്ട് കറിവേപ്പില ഉണ്ടാവും, അതിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചുവന്ന മുളകുണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. ഒരു 4 എണ്ണമാണ് കേട്ടോ കട്ടയിട്ടിടുക. മുളക് ഇട്ട് കഴിഞ്ഞ പാടന്നെ നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. 3 കപ്പ് തേങ്ങയാണ് കേട്ടോ ഇതുള്ളത്. അപ്പോൾ 3 കപ്പ് തേങ്ങ ചിരകിയതാണ്, അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു വലിയ തേങ്ങ എടുത്താലും മതി. ഇനി ഇത് നല്ലൊരു ബ്രൗൺ കളറാകുന്നത് വരെ ഇതുപോലെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇത് കുറച്ചൊന്ന് കോരി മാറ്റാം. നേർ പകുതി വരെ എടുക്കാം കേട്ടോ. അരച്ചിട്ട് അരപ്പായിട്ട് ചേർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എടുക്കുന്നത്. പകുതിയോളം എടുക്കാം. ഞാനിവിടെ കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ. അരപ്പ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് അത് പകുതി വരെ എടുക്കാം കേട്ടോ. അതിന് ബാക്കിയുള്ളത് നല്ല ബ്രൗൺ കളറാകുന്നത് വരെ വെക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് ലാസ്റ്റ് 2 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂണാണ് കേട്ടോ ചേർക്കേണ്ടത്. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ആ ചൂട്ടിൽ തന്നെ അതിൻ്റെ പച്ചമണം ഒന്ന് മാറി കിട്ടും കേട്ടോ. ഫ്ലെയിം ഓൺ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അത് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ചേനയാണ്. 2 കപ്പ് ചേനയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ 2 കപ്പ് പച്ചക്കായം കൂടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണ് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 2-3 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2 കപ്പ് വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. 2 കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഈ വെള്ളം നല്ലപോലെ തിളച്ചിട്ട് ഈ വെള്ളം കുറച്ചൊന്ന് വറ്റി വരണം. ഒരുപാടങ്ങ് വറ്റണമെന്നില്ല, കുറച്ച് വെള്ളം ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഇതെൻ്റെ നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. ചേന വേവുന്നത് വരെ വെക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് കടല ഇട്ട് കൊടുക്കാം. ഓവർനൈറ്റ് സോക്ക് ചെയ്ത കടലയാണ് കേട്ടോ. 1.5 കപ്പ് കടലയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഓവർനൈറ്റ് സോക്ക് ചെയ്തിട്ട് പിറ്റേന്ന് രാവിലെ ആ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഒരു 4-5 വിസിൽ വരെ വേവിച്ചെടുക്കാം കേട്ടോ. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്തിട്ടാണ് കേട്ടോ വേവിക്കേണ്ടത്. എന്നിട്ട് കടല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കാം. മധുരം അധികം വേണ്ടാന്നുള്ളവരാണെങ്കിൽ 1 ടീസ്പൂൺ പോലെ ചേർത്ത് കൊടുത്താൽ മതി. ചേർത്തിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പുണ്ടല്ലോ, തേങ്ങ നമ്മൾ പകുതി എടുത്ത് വെച്ചിട്ടില്ലേ, ആ അരപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ വെള്ളം കുറച്ചധികം ഉണ്ടെങ്കിൽ വറ്റുന്നത് വരെ വെക്കാം കേട്ടോ. ഫുള്ളായിട്ട് വറ്റണ്ട, കുറച്ചൊരു വെള്ളം ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല. ഇത് കുറച്ച് കഴിയുമ്പോൾ തിക്കായിക്കോളും. അപ്പോൾ ഇത് ഇതുപോലെ ആയി കിട്ടുമ്പോൾ ഇതിലേക്ക് നമ്മുടെ തേങ്ങ വറുത്ത് വെച്ചതുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. തേങ്ങ വറുത്തത് ഇത്ര വേണ്ടാന്നുള്ളവരാണെങ്കിൽ കുറച്ചധികം തന്നെ അരപ്പ് അരച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. കുറച്ച് വെള്ളം ഉണ്ടായാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. തണിയുമ്പോൾ അത് നല്ല തിക്കായിട്ട് വന്നോളും. എന്നാലും ഒരുപാട് വെള്ളത്തോടെ എടുക്കരുത് കേട്ടോ, കറി പോലെ ആയിപ്പോകും. അപ്പോൾ ഇതാ നമ്മുടെ കൂട്ടുകറി ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കിയിട്ട് പാകത്തിന് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോയും റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.